ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ തിരുവോണമായിരുന്നു. ഒത്തിരി വീടുകളിലെ ക്ഷണം ഉണ്ടായിരുന്നു. ഒത്തിരി പേര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലായിടത്തേക്കും പോകാൻ പറ്റിയില്ല. എങ്കിലും എല്ലാ പെരുന്നാളിനും മുടക്കം കൂടാതെ എൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന 3-4 പേരുണ്ട്. അപ്പോൾ അവരോടുള്ള പ്രതികാരം ചെയ്യാനുള്ള ചെറിയൊരു അവസരം കൂടിയായിരുന്നു ഓണം. അതുകൊണ്ട് ഓണത്തിന് അവരുടെ വീടുകളിൽ പോയിട്ട് വയറ് നിറച്ച് സദ്യയും കഴിച്ച് പായസവും കൂട്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് മാത്രമായിരുന്നില്ല നമ്മൾ ഇന്നലെ കഥ ലീവാക്കിയത്. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് വയറുവേദനയായിരുന്നു. ഇവരുടെയൊക്കെ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കമന്റുകൾ വായിച്ച് ചിരിച്ച് വയറുവേദന വന്നതുകൊണ്ടായിരുന്നു ഇന്നലെ കഥ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള മ്യാരക കമന്റുകൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ആദ്യത്തെ കമന്റ് റജില ഹക്കീം 8646. മൊബൈൽ നമ്പറല്ല, യൂട്യൂബ് അക്കൗണ്ടാണ്. എൻ്റെ ഇക്ക, ഞാൻ കോയമ്പത്തൂരാ. ഭാഗ്യം കോഴിക്കോട്ടിലല്ലോ. ഈ സ്റ്റോറി കേട്ട് ചിരിക്കുമ്പോൾ എൻ്റെ മോൻ അവൻ്റെ ഉപ്പാനോട് പറയും. എങ്ങനെ? എൻ്റെ മോൻ അവൻ്റെ ഉപ്പാനോട് പറയും. എവിടെയോ എന്തോ ഒരു തകരാറ്. അതായത് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ മോൻ പറയും. ഇതൊരുമാതിരി PSCയിലെ ചോദ്യം പോലെ ആയല്ലോ. ഓക്കെ, എന്റെ മോൻ അവന്റെ ഉപ്പാനോട് പറയും, അത്താ ഉമ്മാക്ക് പൈത്യം പൊടിച്ചെറുക്കുകയെന്ന്. അപ്പൊ ഞാൻ ഇക്ക കമന്റ് വായിച്ചത് കേൾപ്പിച്ചു. വളിപോയ കാര്യമാണ് കേട്ടത്. അത് കേട്ട് ചിരിച്ച് അവർക്ക് വളി പോയി. പിന്നെ വീട്ടില് കൂട്ട വളിയായിരുന്നു. ചിരിച്ച് എന്റെ വളിയും പോയി. അടുത്ത കമന്റ് ക്രേസികളുടെയാണ്. സത്യം പറഞ്ഞ ഈ കമന്റ് വായിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഏറ്റവും വലിയ തള്ളലുകാരൻ ഞാനെന്നായിരുന്നു. പക്ഷെ എന്റെ അഹങ്കാരത്തിന്റെ മുന അടിച്ചത് ഈ കുട്ടിയാണ്. അപ്പൊ കമന്റിലേക്ക്, അയ്യോ എന്റെ ഇക്ക, ഞാൻ 9 മാസം പ്രഗ്നന്റ് ആണ്. 3 വർഷമായി ഞാൻ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. ഈ മാസാണ് എന്റെ ഡേറ്റ്. കഥ കേട്ട് ചിരിച്ച് വയറ്റിൽ വേദനയാണ്. സെയിം മീൻസ് എനിക്കും. ഈ കഥ കേട്ട് വയറ്റിൽ കിടക്കുന്ന കുട്ടി വരെ ചിരിച്ച് വയറിനിട്ട് ചവിട്ടി തുടങ്ങി. ഇതിനൊക്കെ കാരണം ഈ കഥയാ. എൻ്റെ അമ്മോ, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് കുട്ടി. ചൈനയിൽ കിടക്കുന്ന വൻമതിൽ വരെ നിന്നെ കൊണ്ട് തള്ളി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയും. മംഗളം ബൗദ്ധു. സുജിത KV കമന്റ് ചെയ്തിരിക്കുന്നു, ഞാൻ ചിരിച്ച് മരിക്കാറായി. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലാണ്. അവിടെ നിന്നാണ് കഥ കേൾക്കുന്നത്. സന്തോഷം. ഹോസ്പിറ്റൽ ബില്ല് ഞങ്ങൾ വഹിക്കുന്നതല്ല. അടുത്ത കമന്റ് വിനീത രതീഷ്. എന്റെ പൊന്നിക്ക, ചിരിച്ച് മതിയായി. എന്റെ ചിരി കേട്ട് എന്റെ മോവന്ന് ചോദിക്ക, അമ്മക്ക് വട്ടായോന്ന്. എനിക്കും ചോദിക്കാനുള്ള തന്നെയാ. അപ്പൊ എന്റെ കെട്ടിയോൻ പറയുവാ, ഇത് തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി, ഇന്നിച്ചിരി കുറവാ, ഓണം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന്. ദൈവമേ, ഈ ഒരൊറ്റ കഥ കാരണം ഹോസ്പിറ്റലുകൾ പൂരപ്പറമ്പായി മാറും. പേരില്ലാത്തൊരു ചേച്ചി കമന്റ് ചെയ്തിരിക്കുന്നു, എന്റെ പൊന്നിക്ക, ചേച്ചിയുടെ മോൻ മഞ്ചാടി കൊണ്ട് കളിക്കുമ്പോൾ അടുത്തിരുന്ന സ്റ്റോറി കേൾക്കുകയായിരുന്നു. പെട്ടെന്ന് കഥയിൽ മുഴുകി. കയ്യിലെ കടലക്ക് പകരം മഞ്ചാടിയായിരുന്നു വായിലിട്ടത്. ഇക്ക, അത് വയറ്റിലെത്തി മുളച്ചു വരാതെ പുറത്തേക്ക് പോയിക്ക. അപ്പോ കഥ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക, വായിലിടുന്ന മാറരുത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. ടൺ കണക്കിന് ഫണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കമൻറ്റുകൾ ഇന്നലെയും വന്നു. 500-ന് മുകളിൽ കമൻറ്റുകൾ ഇന്നലെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും എല്ലാവരുടെയും കമൻറ്റുകൾ വായിച്ച് മാക്സിമം റിപ്ലൈ തരാൻ പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനിയും മടി കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ പൂനൂരിൽ നിന്ന് ഷെരീജും അതുപോലെ തന്നെ ന്യൂഞ്ഞേരിയിൽ നിന്ന് ഫൈസലും ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഷാഹുൽക്ക വീഡിയോയിൽ വന്നാൽ നന്നായിരിക്കും. ഈ ഓഡിയോയിൽ ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ഇൻട്രോ ഒരു വീഡിയോയിൽ വരികയാണെങ്കിൽ ഷാഹുലിക്കയെ കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ വരുന്നതാണ്. പ്രിയ ക്ലാസ്നേഹികളെ, നിങ്ങളുടെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഞങ്ങൾ ആരംഭിക്കട്ടെ കഥ ടേം ആൻഡ് ചെറി ലവ്. രചന സൂര്യ സച്ചു. എഡിറ്റിംഗ് ഫൈസൽ CN ന്യൂഞ്ഞേരി. അവതരണം നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ. നാടകം ആരംഭിക്കുന്നു. വന്ന് അമ്മ വരെ എന്നെ ട്രോളി തുടങ്ങി. ചിന്നു താടി കൈ കൊടുത്തുകൊണ്ട് പിള്ളേർ സെറ്റിനോട് കാര്യം പറഞ്ഞു. എന്നാലും എന്റെ ചിന്നുവേ, അമ്മ പറഞ്ഞു വളരെ കറക്റ്റാ. ദേവ്, അതെ. അബി, പൊടി. ഡിഡി മതി. പാവന്റെ കൊച്ചിനെ എല്ലാരും കൂടെ കാളിയാക്കി കൊല്ലുന്നോ? ആര് ചേച്ചി? ഓ, അനിയത്തിയോടുള്ള സ്നേഹം അങ്ങനെ കര കവിഞ്ഞൊഴുകുമല്ലേ? കള 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 കള. അങ്ങനെ അല്ലടി, നമുക്ക് ഇവള് ഒറ്റടി കൊല്ലണ്ട. ഇഞ്ചി തിന്ന് കൊല്ലാം. അല്ല, ഇഞ്ചിഞ്ചായി കൊല്ലാം. ചേച്ചി. ചിന്നു, എന്താടാ? സാരലടി, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ആമി, അതന്നെ. ദേവ്, ഈ നാളെ കോളേജ് വർക്കല്ലേ? അയ്യമ്മ. ഓ മൈ ഗാഡ്, 10 ദിവസം എത്ര പെട്ടെന്നാ പോയതല്ലേ? ആമി,
ആ പിന്നെ നിങ്ങൾ അറിഞ്ഞ ഇവിടെ ഒരു പുതിയ അവതാരം കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നെന്ന്. ദേവു യാരത്? ആര് ചേച്ചി? അവരെല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. പിന്നെ എന്തൊക്കെയോ സംസാരിച്ച് അവർ സുഖനിദ്രയിലേക്ക് പോയി. ഡി ദേവു എണീക്ക്, മതി ഉറങ്ങിയത്, ഇന്ന് കോളേജ് ഉണ്ട്, എണീക്കടി. കറന്റ് വള്ളിയിൽ നിന്ന് ഷോക്ക് അടിച്ചാത്ത കാക്കച്ചിയെ പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാവിലെ തന്നെ ദേവുവിനെ എണീപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അനു. രതീഷ്, ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി കിടന്നുറങ്ങുന്നത്? എണീറ്റേ. കുറച്ചു നേരം കൂടെ. അവൾ തിരിഞ്ഞു കിടന്നു. ഇപ്പൊ ശരിയാക്കി തരടി. അനു അതും പറഞ്ഞ് ജഗ്ലിൽ നിന്ന് വെള്ളമെടുത്ത് കൊണ്ടുവന്നു. മഹിയേട്ടാ ഒരു കേസ് കൂടെ എന്നെ ഒന്നുകൂടെ ചേർത്ത് പിടിക്ക്. ഉമ്മതാ സുഖിച്ച് ഉറങ്ങുവാണല്ലേ? അനു അവൾ അവിടെ മേലേക്ക് ഒഴിച്ചു. അയ്യോ ഞാനും മഹിയേട്ടനും പോയി ടൈറ്റാനിക്ക് മുങ്ങിയേ, രക്ഷിക്കൂ. അയ്യോ ഞാനും മഹിയേട്ടനും പോയി ടൈറ്റാനിക്ക് മുങ്ങിയേ. ഇതേ പെണ്ണ് അലറാതെ. അനു അവിടെ വായൊത്തി. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്ത് മുങ്ങിയടി? ഞങ്ങളുടെ ടൈറ്റാനിക്ക് മുങ്ങി. മഞ്ഞുമലയിലിടിച്ചാ മുങ്ങിയത്. എണീക്കടി. അവള് അവിടെ മഞ്ഞുമലയും മഹിയേട്ടനും ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്തു. ആ പവറിൽ ദേവു ഉറക്കക്ഷീണത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. എവിടെ എന്റെ മഹിയേട്ടൻ? എവിടെ? മഹിയേട്ടൻ ഏട്ടന്റെ വീട്ടില്. ടീ ഞങ്ങളുടെ ടൈറ്റാനിക്ക് പൊട്ടി. എടി അത് നിന്റെ ടൈറ്റാനിക്ക് പൊട്ടിയതല്ല, ഞാൻ തലവഴി വെള്ളം കോരി ഒഴിച്ചതാ. അത് ശരി, എന്ന് തന്നെ സ്വപ്നായിരുന്നു അറിയടി. ഹോ, ടൈറ്റാനിക്കിന്റെ തുമ്പത്ത് ഞാൻ കൈ ഇങ്ങനെ വീശിയിരിക്കുമ്പോൾ പിടിച്ച എന്റെ മഹിയേട്ടൻ പിറകിൽ ഇങ്ങനെ കൈ വിടർത്തി നിൽക്കുന്ന മനോഹര കാഴ്ചക്കിടയാടി നീ വെള്ളമൊഴിച്ച് ദ്രോഹി. എന്റെ സ്വപ്നമെല്ലാം കടലാസ് പോലെ നനഞ്ഞു കുതിർന്ന് പോയില്ലേ? എന്ത്? അതേടി, ഞാൻ വീഴുന്നു. മഹിയേട്ടൻ അതിസാഹസികമായി എന്നെ രക്ഷിക്കുന്നു. ഞങ്ങളിങ്ങനെ കണ്ണും നോക്കി നിൽക്കുന്നു. പ്രണയം ഇങ്ങനെ കണ്ണിൽ കൂടെ കൈമാറുന്നു. അങ്ങനെ എന്തെല്ലാം മോഹങ്ങളായിരുന്നെന്നോ ദേവു പൂത്തുലഞ്ഞോണ്ട് പറഞ്ഞു. അയ്യടാ, അമ്പലക്കുളത്തിൽ താമര വിരിയുന്ന പോലെയല്ലേ കണ്ണും കഥായി വിടർന്നു നിൽക്കുന്നത്. ആദ്യം പോയി പള്ളിയെ ചാടി കുരിപ്പേ. ഛേ, ഞാൻ നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്നു. ആ ഫ്ലോ കളഞ്ഞ് നീ ഇതെന്ത് കോക്കനട്ട് ഫ്രൈയാ പറയുന്നേ? നാറുന്നടി, പോയി കുളിക്ക്. അത് ഞാൻ കുളിക്കാനിട്ടൊന്നല്ല, നിന്റെ മൂക്കിനതായല്ലേ വായ, അതുകൊണ്ടാ. ആദ്യം നീ പോയി പല്ലിയേക്കടി. അതൊക്കെ ഞാൻ ചെയ്യാം. മോൾ ആദ്യം ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കേ. അതെന്തിനാ? എടി നീയല്ലേ വെള്ളം കോരി ഒഴിച്ച് വെച്ചേക്കുന്നേ. പണിയാണല്ലോ. എടി നീ ചെയ്യടി, ഞാൻ കുളിക്കട്ടെ. ദേവ് ഡ്രസ്സ് എടുത്തോണ്ട് വേഗം കുളിക്കാൻ കയറി. അവന് ബെഡ്ഷീറ്റ് മാറ്റി വേറെ വിരിച്ചു. ഫുഡൊക്കെ കഴിച്ച് അവർ കോളേജിലേക്ക് ഇറങ്ങി. കാറിൽ കയറിയപ്പോ തൊട്ട് അനു കിച്ചുവിന്റെ ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല. കിച്ചു മിററിൽ കൂടി അനുവിനെ നോക്കി. കറക്റ്റായി അത് ദേവ് കണ്ടു. ദേവ് കിച്ചുവിനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചു. കിച്ചു ഒന്നും അറിയാത്തവനെ പോലെ വണ്ടി ഓടിച്ചു. എടിയേ, കോളേജൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലോ. ദേവ് പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും കോളേജ് തല കുത്തനാവോ? അല്ല, അതല്ല. കോളേജിലിറങ്ങി അവിടെ മൊത്തം വീക്ഷിക്കുകയാണ് അനുവും ദേവും. വാ, ആമി അബിയോടെ കാണും. ദൂരെയുള്ള മരച്ചോട് കാണിച്ചുകൊണ്ട് അനു പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ അവരെയും കാത്തു നിൽക്കുന്നുണ്ട്. ആ, നിങ്ങളിത് എവിടെയായിരുന്നു? അബി. നേരാവുന്നല്ലേ ഉള്ളൂ. അനു. അതെ, പക്ഷെ ഞങ്ങളൊരു കാര്യം അറിഞ്ഞു. ആമി. എന്തടി? ദേവ്. സഞ്ജയില്ലേ, അവൻ ബെഡ് റെസ്റ്റ് കഴിഞ്ഞ് കോളേജിൽ വന്നിട്ടുണ്ടെന്ന്. ദേവിയേ! എന്താടി നീ അങ്ങോട്ട് നോക്കുന്നത്? അല്ല, ഞാൻ സാധാരണ ദേവിയെന്ന് വിളിക്കുമ്പോൾ ദേവിയമ്മ വിളിയേക്കാറുണ്ട്. ആ ഓർമ്മയിൽ നോക്കിയതാ. അല്ല, അവൻ വന്നോ? അനു. വന്നു, നീ ഒന്ന് സൂക്ഷിച്ചോ, അവന്റെ കണ്ണിപ്പെടാൻ നോയിക്കോ. കീച്ചേട്ടൻ അടിച്ച് പഞ്ചറാക്കി ബ്ലീഞ്ചി ഇട്ടത് കൊണ്ട് ഇത്രയും കാലം അവന്റെ ശല്യമില്ലായിരുന്നു. ദേവു. കാണുന്നിടത്ത് വെച്ച് വരാം. എന്തടി? അല്ല, വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങൾ വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അനു അവരെയും കൂടി ക്ലാസ്സിലേക്ക് പോയി. ഫസ്റ്റ് അവർ തന്നെ കാർത്തിക് സാറിന്റെ ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടക്കും അവന്റെ കണ്ണുകൾ ആമിയിലേക്ക് നീളുന്നുണ്ടായിരുന്നു, സ്പൈഡർമാന്റെ കയ്യിലെ നൂല് പോലെ. എടിയേ, സാറ് നിന്നെ ഭയങ്കര നോട്ടാട്ടോ. എടിയെ, ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ചോര വീട്ടുന്ന ഓസ്ട്രേലിയൻ കൊതുകായിട്ടുള്ള ഫംഗസ് മക്കിറ്റിയാണത്രേ. അതിനെ തോൽപ്പിക്കട്ടെ നിന്റെ കാർത്തിക് സാറ്. ഒഞ്ഞ പോയടി. സത്യാടി. അവൾ കണ്ണുകൾ ബുക്കിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവനെ നോക്കി. അതേസമയം തന്നെ അവനും അവളെ നോക്കി. കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞുവെങ്കിലും അവൻ തന്നെ അത് പിൻവലിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങി. കുറച്ച് തിരക്കുള്ളത് കൊണ്ട് കാർത്തിക് സാറിനെ പിന്നെ ആമിക്ക് കാണാൻ കിട്ടിയത് കൂടെയില്ല. ആ ഒരു വിഷമം കൊച്ചിനുണ്ട്. എടി സഞ്ജയ്, അബി അനുവിന്റെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. കോളേജ് വിട്ടതിന് ശേഷം ഗേറ്റിന്റെ അവിടേക്ക് പോകുമ്പോഴാണ് ബൈക്കിന്റെ മേലിരുന്ന് അവർ നോക്കുന്ന സഞ്ജയെ അബി കണ്ടത്. അനു ആ ഭാഗത്തേക്ക് നോക്കി. അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. നീ വന്നേ. ദേവ് വേഗം അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അവന്റെ മുന്നിൽ അധികം നീ നിൽക്കണ്ട. ദേവ്. എനിക്ക് പേടിയാ. അബി. ഡീ, നിങ്ങളൊക്കെ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അനു.
അവന്റെ സ്വഭാവം അറിയാലോ, കൊല്ലാനും മടിയില്ലാത്തവനാ. അത് ശരിയാ, പക്ഷെ അവൻ എന്നെന്ത് ചെയ്യാനാ? അനു, നീ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ശരി, അവന്റെ മുമ്പിൽ പെടാൻ നോക്കിക്കോളാം, പോരെ? അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മതി. കോറസ് പോലെ അവർ ഒരുമിച്ച് പറഞ്ഞു. കിച്ചുവിന്റെ കാർ വന്ന് ടാറ്റ പറഞ്ഞ് അവർ പിരിഞ്ഞു. എന്താ നിന്റെ പ്ലാന്? സഞ്ജയിന്റെ അടുത്തേക്ക് ഒന്ന് ആദർശി ചോദിച്ചു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തു നിന്നു. ഇനി അവള് പുറലോകം കാണില്ല. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അന്ന് നിന്നെ അടിച്ചിട്ട് എന്റെ വീട്ടിൽ തന്നെയല്ലേ ഇവളും താമസിക്കുന്നത്? ഫ്രണ്ടിന്റെ അനിയത്തിയാണെന്നാ കേട്ട്. അവന്റെ അടുത്തേക്ക് വന്നിട്ട് സഞ്ജയിന്റെ ഫ്രണ്ട് പറഞ്ഞു. അതെ, അതേതായാലും നന്നായി. അപ്പൊ ഇവര് തമ്മിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ആദർശ്, എന്തായാലും എനിക്ക് നേരെ കൈ ഉയർത്താൻ ധൈര്യം കാണിച്ച രണ്ടുപേരെയും ഒരുമിച്ച് അങ്ങ് തീർത്തേക്കാം. കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായല്ലോ. അവൻ പുച്ഛച്ചിരി ഇരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ആദർശിന്റെ ചുണ്ടിലേക്കും പടർന്നു. രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് കിച്ചു റൂമിൽ വന്നു. അവൻ അവന്റെ പുസ്തകത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പേപ്പർ പുറത്തേക്ക് എടുത്തു. അതിലേക്ക് തന്നെ കുറെ നേരം ഒന്നും മിണ്ടാതെ അവൻ നോക്കി നിന്നു. പതിയെ അതിൽ കൂടെ അവൻ വിരലോടിച്ചു. എങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിലെ ഈ കണ്ണുകൾ അത്രമേൽ പതിഞ്ഞു പോയത്? പലപ്പോഴും എൻ്റെ ഉറക്കം കളഞ്ഞത് ഈ മിഴികളാണ്. ഒരു നാൾ ഞാൻ നിന്നെ കാണുന്ന ദിവസം വരും. അധികം ദൂരമില്ല, നിന്നിലേക്ക് എത്താൻ എന്നാരോ പറയുന്ന പോലെ കാത്തിരിക്കുന്നു ഞാൻ. ചിലപ്പോൾ അതെൻ്റെ മാത്രം ആഗ്രഹവും തോന്നലുമായിരിക്കാം, എന്നാലും ഞാൻ കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടി. അതിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ മനസ്സാൽ മൊഴിഞ്ഞു. അവൻ ആ പേപ്പർ ഭദ്രമായി ആ ബുക്കിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചുകൊണ്ട് ഉറങ്ങാനായി കിടന്നു. ഇന്ന് അനു മാത്രമാണ് കോളേജിൽ പോകുന്നത്. ദേവുന് പീരിയഡ്സ് ആയതുകൊണ്ട് അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു. രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അനു കോളേജിലെത്തി. ഉച്ചവരെ എങ്ങനെയൊക്കെ അവർ തള്ളി നീക്കി. ആമിയുടെ കണ്ണുകളിടക്ക് സ്റ്റാഫ് റൂമിൻ്റെ അവിടേക്ക് പോകുന്ന കണ്ട് പിള്ളേർ സെറ്റ് എല്ലാം കൂടെ അവളെ അങ്ങ് വാരിക്കൊന്നു. ഉച്ചയ്ക്ക് പഞ്ചാബി ഹൗസ് മൂവിൽ കൊച്ചിൻ അനീഫയും ദിലീപും ഹരിശ്രീ അശോകനും തോളിൽ കൈയിട്ട് നടക്കുന്ന പോലെ വരാന്തയിൽ കൂടെ നടക്കുവാണ് ആമി, അബി, അനുവും. സ്റ്റാഫ് റൂമിൻ്റെ അവിടെ എത്തിയപ്പോൾ ആമി ഒന്ന് സ്റ്റോപ്പായി. ഏയ് ഒന്നുമില്ല, വെറുതെ. ആമി, ഇങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അനു, എന്തോ നാടി, നടക്ക്. അവൾ അവരെ മുന്നിൽ ഉന്തിത്തള്ളിക്കൊണ്ട് നടന്നു. അവർ കാണുന്നില്ലെന്ന് ഉറപ്പിച്ച് ആമി സ്റ്റാഫ് റൂമിലേക്ക് തലതിരിച്ച് നോക്കി. പ്രതീക്ഷിച്ച മുഖം കാണാൻ പറ്റാത്ത വിഷമം അവളിൽ വന്നു. പക്ഷെ അവൾ അത് പുറത്ത് കാണിച്ചില്ല. കാണിച്ചാൽ പിന്നെ അവർ രണ്ടും ബാക്കി വച്ചേക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അധികം ആരുമില്ലാത്ത സ്ഥലത്തെത്തിയതും ആമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ആരോ ഒരു മൂലയിലേക്ക് മാറി നിന്നു. അന്താരാഷ്ട്ര ചർച്ചയിലായിരുന്നു അനുവും ദൈവതൊന്നും അറിഞ്ഞില്ല. ആരാ പിടിച്ചു വലിച്ചെന്ന് ആമിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ആമി ഒന്നും മിണ്ടാതെ നല്ല കുട്ടിയായി നിന്നു. വായടി മറിയും. എന്താ പുച്ഛോ? അതെ, എന്തേ കണ്ടിട്ടില്ലേ? അല്ല, അതല്ല, ആരോരാൾ എന്നെ കാണാൻ ഇടയ്ക്ക് സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിലൂടെ പോവുകയും കാണാതായപ്പോൾ നിരാശയോടെ മുഖം തിരിച്ചു പോവുകയും ചെയ്ത പോലെ തോന്നി. ദൈവമേ, ഇങ്ങനെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നോ? ആരും ഓർമ്മ തന്നെ കാണാൻ വേണ്ടി വന്നാണെന്ന് ഞാനൊന്നും നോക്കിയിട്ടില്ല. ആമി പരിഭ്രമം മുഖത്ത് കാണിക്കാതെ പറഞ്ഞു. അതിന് നീയാണ് വന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ നിങ്ങളെ ഞാനല്ല പിന്നെ ആരാ മനുഷ്യൻ നോക്കുക? ആര് പറഞ്ഞു വേറെ ആരുമില്ലാന്ന്? എൻ്റെ സ്റ്റുഡൻസിനെ നീ കണ്ടിട്ടില്ലേ? നിന്റെ ക്ലാസ് തന്നെ കുറേ ഉണ്ടല്ലോ. കാർത്തി അവളെ ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞു. ചേച്ചി മനുഷ്യ, അവർക്ക് നോക്കുന്ന കരുതി അങ്ങോട്ട് ചായ നിന്നാലുണ്ടല്ലോ. എന്തോ നാടി ഇത്? ഒരു കാറ്റടിക്കുമ്പോഴേക്ക് അങ്ങോട്ട് ചായനെന്താ വാഴക്കൊലയോ? ഞാനങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ നിനക്ക്? കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുരിപ്പ് സ്ഥാനം പിടിച്ചു പോയില്ലേ, എടുത്തു മാറ്റാനാവാത്ത വിധം. ആമിയുടെ മുഖത്ത് ചെറിയൊരു നാണം വിരിഞ്ഞു. അവളുടെ ഉണ്ടക്കവിളുകളിൽ ചുവപ്പ് രാശി ചെറുതായി പടർന്നു. അവൻ തൻ്റെ പെണ്ണിൽ വന്ന മാറ്റം കൗതുകത്തോടെ നോക്കി. അവളുടെ മുഖം പിടിച്ച് അവൻ നേരെയാക്കി. അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. അവൻ പതിയെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് അവളുടെ ഉണ്ടക്കവിളുകളിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു. അവൾ ഡ്രസ്സിൽ മുറുകെ പിടിച്ച്
ഇരുന്നല്ലോ. അത് പിന്നെ എന്തു പിന്നെ? കള്ളലക്ഷണത്തോടെ അവൻ അവളോട് ചോദിച്ചു. ജന്തു, ഞാൻ പോവാം. അവൾ തിരിഞ്ഞടന്നു. എന്ത് ജന്തുവോ? നിനക്ക് ഞാൻ തരാടി. ഒന്ന് പോയേ സാറേ. അവൾ ചിരിച്ചുകൊണ്ട് ഓടി. ഇത്രയും നേരം അവനെ കാണാതിരുന്ന വിഷമമെല്ലാം അവനൊന്ന് കണ്ടപ്പോഴേക്കും മാറിക്കിട്ടി. മോളും നിന്നേ. മുഖത്ത് പൂനിലാവുതിച്ച പോലെ വേറെ ഏതോ ചിന്തയിൽ നടന്നിരുന്ന ആമിയെ അഭി വിളിച്ചു. ആ നിങ്ങളോ? നിങ്ങളിത് എവിടെയായിരുന്നു? ആമി. ഞങ്ങളല്ലല്ലോ, നീയല്ലേ പകുതിക്ക് വെച്ച് മുങ്ങിയത്? അനു. ഞാനോ? ഞാൻ നിങ്ങളെ തപ്പി നടക്കുകയായിരുന്നു. ആ അതായിരുന്നോ നേരത്തെ നീ ആ കുടത്തിൽ തപ്പിയത്? അതെന്താടി? അല്ല, കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ. അതിനാരുടെ കുന്താ പോയത്? കാർത്തിക് സാറിന്റെ. അല്ല സത്യം പറ, നീ കാർത്തിക് സാറിനെ കാണാൻ പോയതല്ലേ? നിങ്ങളിങ്ങനെ സേതുരാമയ്യർ കളിക്കാൻ നിൽക്കില്ലേ? പോണ വഴിക്ക് സാറിനെ ഒന്ന് കണ്ടു, അത്രേ ഉള്ളൂ. ഒന്ന് കാണാനാണോടി ഇത്രയും സമയം? അത് പിന്നെ അങ്ങേര് വീടണ്ടടി. എന്താടി നടന്നവിടെ? അത് സാറിനോട് വേണോന്ന് ചോദിച്ചു. എന്ത് മുദ്ദുക? സത്യം? ആ പിന്നെ പറഞ്ഞു എൻ്റെ കണ്ണിൽ മറ്റേ സാധനം അലയടിക്കുന്നുണ്ടെന്ന്. എന്ത് മറ്റേ സാധനം? കടലിലൊക്കെ കാണൂലേ, ആ തിരമാല. നിന്റെ കണ്ണിൽ പ്രണയത്തിൻ്റെ തിരമാല കാർത്തിക് സാർ പറഞ്ഞു എന്ന്. പിന്നെ തടി പറഞ്ഞേ? പിന്നെ പറഞ്ഞു എനിക്ക് നാണം വരുമ്പോൾ എൻ്റെ കവിളൊക്കെ തക്കാളി പോലെ ചുവന്ന് തുടുക്കുന്നു. മൈ ഗോഡ്, കാർത്തിക് സാറിൻ്റെ കണ്ണിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പം കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ, പോവാ വാ. അതെ അതാ നല്ല. എടി കിച്ചേട്ടൻ വന്നില്ലല്ലോ വിളിക്കാൻ. കോളേജ് വിട്ട് പുറത്തിരിക്കുകയാണ് പിള്ളേര്. അത് വരുവടി, ഇല്ലേ വിളിച്ചേനെ. ദാ ബസ് വന്നു. ആമി. ആ നിങ്ങൾ പൊക്കോ. അപ്പം നീ? അവരിപ്പോൾ വരും. ടാറ്റാ. ബൈ അനു, നാളെ കാണാം. കാണണല്ലോ. പോട്ടെടി, ടാറ്റാ, ബൈ ബൈ. ബസ്സിൽ അവർ പോയതും അനുവിന് കോൾ വന്നു. വിച്ചുവേട്ടൻ കോളിങ്. കുറച്ചു നേരം മുമ്പ് വിച്ചുവിൻ്റെ ക്യാബിൻ. ഡാ കിച്ചു. എന്താടാ? ഇന്നലെ കോൺഫറൻസ് മീറ്റിംഗ് നീ പറഞ്ഞ്? അതെ, നിനക്ക് ഇന്ന് മതി എന്നല്ലേ പറഞ്ഞേ? അതെ, ഞാനിപ്പോൾ വന്നത് അനുവിൻ്റെ കാര്യം പറയാനാ. അവൾക്കെന്താ? എടപ്പോട്ട് അവളെ കോളേജിൽ നിന്ന് വിളിക്കണ്ടേ? ഞാൻ മീറ്റിംഗിലാവില്ലേ? അവളോട് ബസ്സിന് പോകാൻ പറ. ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് വന്നാൽ പോരെ? വേണ്ട, ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗാ, നീയും വേണം. എന്നൊരു കാര്യം ചെയ്യും, അനുവിനെ വിളിച്ച് പറ ബസ്സിന് പോകാൻ. അതല്ലേടാ നിന്നോട് ഞാൻ പറഞ്ഞ്. എടാ ഞാനൊരു മെയിൽ അയച്ചുകൊണ്ടിരിക്കുക, നീ ഒന്ന് വിളിച്ചു പറയും. ഞാനോ? അതെന്താണ് നീ വിളിച്ച? ബസ് ഉണ്ടാവും, അതോ ലാസ്റ്റ് ബസ് പോയി കാണും? അതോട് ചോദിക്ക്. ബസ്സിലേക്ക് ഞാൻ കൊണ്ടാക്കിയിട്ട് വരാം, കോളേജിട്ട് വേണം, നീ വേഗം വിളിക്ക്. അല്ല നിന്റെ ഫോൺ അവിടെ? എന്തിനാ? താ അതിന്ന് വിളിക്കാം. നിനക്ക് ഫോണില്ലേ? അതുകൊണ്ടല്ല എന്നെ വിളിക്കണ്ട, നിന്നെ വിളിക്കാം. നീ തായോ? ഓഹ് ഇവനെ, ഇന്നാ ഫോൺ. വിച്ചു ഫോൺ എടുത്ത് കിച്ചുവിന് കൊടുത്തു. അവൻ അതിൽ നിന്ന് അനുവിനെ വിളിച്ചു. ഹലോ വിച്ചേട്ടാ, നിങ്ങൾ എവിടെയാ? വർക്കിലാണോ? ആ കാലം വല്ല പണിയും തന്നോ? തന്നു കാണും. അങ്ങേരുടെ ആ പൊരട്ട തീട്ട സ്വഭാവം വെച്ച് നോക്കുമ്പോൾ തന്നിട്ടുണ്ടാവും. അവന് ഫോൺ എടുത്തോണ്ട് സംസാരിച്ചു തുടങ്ങി. അവൾക്ക് അറിയില്ലല്ലോ വിച്ചു അല്ല കിച്ചുവാണ് അപ്പുറത്തുനിന്ന്. പിന്നെ എനിക്ക് അതല്ലേടി പണി, നിന്നെപ്പോലെ അല്ലേടി ഞാൻ. അയ്യേ നീ സൗണ്ട്. അവന് ഫോണിലേക്ക് ഒന്നുകൂടെ നോക്കി. വിച്ചേട്ടാണല്ലോ, പക്ഷെ കാറിന്റെ സൗണ്ടും. താൻ ഇതിനെ കിടന്ന് അലറുന്നേ? കുഞ്ഞാമിനിയുടെ ആട് അമർന്ന പോലെയുണ്ട്. ആട് നിന്റെ കുട്ടി. ഇതിനാണോ താൻ വിച്ചേന്റെ ഫോണിൽ നിന്ന് വിളിച്ച്? ദേ പാട്ടുകുരിപ്പേ, നിന്നോട് ബസ്സിന് പോകാൻ പറ്റുമെന്നല്ല എന്നെ വിളിച്ച്. അവന് പണിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച്. അല്ലേ നിന്നെ കാര് വിളിക്കാനാ? ഓഹോ, ഞാൻ ബസ്സിന് പോയിക്കോളാം. താൻ പോടെ കാരാ. കാറ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ അവനെ വിളിക്കരുതെന്ന്. ഞാൻ വിളിക്കും, നീ എന്നെ എന്ത് ചെയ്യും? ഒന്ന് പോടാ. കിച്ചു ഫോണിലേക്ക് നോക്കി. കോള് കട്ടായതാ. ലാസ്റ്റ് ബസ് പോയെന്ന് ചോദിക്കുന്ന മുമ്പ് കോള് കട്ടായല്ലോ. അവൻ ഫോണിലേക്ക് നോക്കി പറഞ്ഞു. ഇതേ സമയം ഫോണിലേക്ക് നോക്കി. ദൈവമേ, ചാർജും തീർന്നു, ഇനി എന്ത് ചെയ്യും? ഏതായാലും ബസ്സിന് പോവാം. 2 സൈഡിൽ ലാസ്റ്റ് ബസ് ഇതുവഴി പോവാറില്ല. അമിയും അബിയും പോയ ബസ്സാണ് 2 സൈഡിലെ ലാസ്റ്റ് ബസ്. ഇപ്പോഴാണ് കുട്ടിക്ക് ബോധം വന്നു. അവൾ ഫോൺ എടുത്തു. ചാർജ് ഇല്ലല്ലോ. കാലിനോട് ബസ്സിന് പൊക്കോളാന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വിളിക്കാനും പറ്റില്ല, ദൈവവും കൂടെയില്ല. ഇല്ലെങ്കിൽ അവളുടെ ഫോണിൽ നിന്ന് വിളിക്കായിരുന്നു. അവൾ ഓരോന്നാലോചിച്ച് അവിടെ നഖവും കടിച്ച് നിന്നു. അവളെ വീക്ഷിക്കുന്ന കണ്ണുകളെ അവൾ കണ്ടിരുന്നില്ല. ഇതേ സമയം കിച്ച് ഫോണും പിടിച്ച് അവിടെ നിൽക്കുവാണ്. അവൾ വിളിച്ചില്ലടാ? വിളിച്ച് അവിടേക്ക് വന്നോട് ചോദിച്ചു. അവൾ ബസ്സിന് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കോള് കട്ടാകുകയും ചെയ്തു. അതെന്താടാ? അറിയില്ല. എന്തായാലും അവൾ ബസ്സിന് പോകാമെന്ന് പറഞ്ഞില്ലേ, നീ വാ. കിച്ചു വിച്ചുവിൻ്റെ കൂടെ ഉള്ളിലേക്ക് പോയി. അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു, എന്തോ വരാൻ പോകുന്ന പോലെ. അവനൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവൻ നേരെ വിച്ചുവിൻ്റെ ക്യാബിലേക്ക് പോയി. അനുവിന് എന്ത് സംഭവിക്കും? കാത്തിരിക്കാം.
ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം നബിദിന ആശംസകൾ.